ബാബറി മസ്ജിദ് ഉയരമെന്ന് ദിവാസ്വപ്നം കാണുന്നവർക്ക് ചുട്ട മറുപടിയുമായി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത്. ലോക അവസാനം വരെ ബാബറി മസ്ജിദ് ഇന്ത്യയിൽ ഇനി ഒരിക്കലും പുനർനിർമ്മിക്കില്ല എന്നതാണ് അദ്ദേഹം അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഖയാമത്ത് ദിനത്തിനായി തന്നെ കാത്തിരിക്കുന്നതിനും അതിനും പകരമായി തന്നെ ഇന്ത്യയുടെ നിയമ ചട്ടക്കൂട് അനുസരിച്ച് ജീവിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത്, ഈ നാട്ടിലെ നിയമം പിന്തുടരുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. നിങ്ങൾ നിയമം ലംഘിച്ചാൽ പാത നേരിട്ട് ശിക്ഷയിലേക്ക് നയിക്കും. നിയമം ലംഘിച്ച് സ്വർഗം സ്വപ്നം കാണുന്ന ഏതൊരാളും അവിടെ ഫാന്റസിയിലാണ് ജീവിക്കുന്നത്. ബാരാബങ്കിയിൽ നടന്ന പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത്. ന്യായവിധി നാളിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്ന് സ്വപ്നം കാണുന്നവരുണ്ടാകാം. എന്നാൽ ആ ആഗ്രഹം ഒരിക്കലും സഫലമാകില്ല. അത്തരമൊരു ദിനം വരുമെന്ന് കാത്തിരിക്കുന്നവർ അവിടെ കാത്തിരുന്ന് നശിക്കത്തേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വരില്ല എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. ഈ സർക്കാർ പറയുന്നത് ചെയ്യുന്നത് മാത്രമേ പറയുകയുള്ളൂ. രാംലല്ല, ഞങ്ങൾ വന്ന് അവിടെ ക്ഷേത്രം പണിയുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ അത് കൃത്യമായി തന്നെ ചെയ്തുവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ബാബറി മസ്ജിദ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ബബാരി മസ്ജിദ് മാതൃകയിലുള്ള പള്ളി നിർമ്മാണം ബുധനാഴ്ച തുടങ്ങുമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലൂടെ, അതായത് തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ ഹുമയൂൺ കബീർ MLA പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പള്ളി നിർമ്മാണത്തിന് 1.30 കോടി രൂപയിലധികം സംഭാവന ലഭിച്ചതായും നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം 2 വർഷം എടുക്കുമെന്നതായിരുന്നു ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പള്ളി തകർക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പേരിൽ UP-യിലെ ലക്നൌവിൽ നിന്നുള്ള അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിൽ ഉള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഹുമയൂൺ, ഞങ്ങൾ വരും, വീണ്ടും ബാബറി തകർക്കും. ഈ തവണ മുർഷിദാബാദിൽ പുതിയ ബാബറിൽ അന്തിമ പോരാട്ടം, അവിടെ എങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ബാനറുകളിൽ വലിയ രീതിയിൽ അക്ഷരങ്ങൾ കോറിയിട്ടുകൊണ്ട് ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാകട്ടെ മുർഷിദാബാദിലേക്ക് മാർച്ച് നടത്തുമെന്നും മസ്ജിദ് നിർമ്മാണം തടയാൻ സമ്മേളിക്കുമെന്നും അവിടെ പോസ്റ്ററുകൾ അവിടെ പതിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് ഉത്തർപ്രദേശല്ല, പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ആണ് എന്നും ധൈര്യമുണ്ടെങ്കിൽ മുർഷിദാബാദിൽ വന്ന് കാണിക്കൂ എന്ന വെല്ലുവിളിയാണ് ഹുമയൂൺ കബീർ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബാബറി മസ്ജിദ് മാതൃകയിൽ പള്ളി നിർമ്മിക്കാനുള്ള ഹുമയൂൺ കബീറിന്റെ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുന്നത്. പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ചിലർ ലക്ഷ്യം വെക്കുന്നതായി തന്നെ ഇവിടെ BJP നേതാക്കൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഹുമയൂൺ കബീറിനെ ഉപയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.